നമസ്കാരം. ന്യൂസ് ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം നൗഫൽ. അണികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജയ് വിളിക്കാനും അവർക്ക് അനുകൂലമായ മറ്റു മുദ്രാവാക്യങ്ങൾ വിളിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്ന് നിയുക്ത കായംകുളം MLA അഡ്വക്കേറ്റ് എം ലിജു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11, 12 തീയതികളിലായി ആലപ്പുഴ ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന UDF MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ചാണ് എക്കാലവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഇത്തവണയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KP ശ്രീകുമാർ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം നൗഫൽ പറഞ്ഞു. ന്യൂസ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം നൗഫൽ പറഞ്ഞു. ന്യൂസ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 മാസമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആലപ്പുഴ നഗരസഭ കൗൺസിൽ 2 തവണ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 1 മാസക്കാലമായി നമുക്കറിയാലോ, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ പലതും പൂർത്തിയാക്കാൻ പറ്റാതെ പോയതുകൊണ്ട് റാണിത്തോട്, ഷടാമണിത്തോട്, അതുപോലെ തന്നെ കാപ്പിത്തോട് അടക്കമുള്ള കാവിത്തോടക്കമുള്ള 35 ലക്ഷം രൂപ വരുന്ന തോടിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ ആയി. ഇപ്പം പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ദിവസം അത് മാറിയതിനു ശേഷം ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഇതിനിടയിൽ റൊട്ടീൻ പരിപാടി കൃത്യമായിട്ട് നടക്കുകയും ഫസ്റ്റ് പ്രയോറിറ്റി കാണ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് 7 മാസക്കാലമായി എല്ലാ ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറി, ഹെൽത്ത് ഓഫീസർ അടക്കം JHIമാരുടെ മീറ്റിങ്ങും അതുപോലെ തന്നെ 5ഉം 6ഉം ദിവസമൊക്കെ കൂടുമ്പോൾ റിവ്യൂ എന്ന നിലയിൽ HIമാരുടെ മീറ്റിംഗും വിളിക്കാറുണ്ട്. ഇടയ്ക്ക് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ചില ഫയലുകളിൽ തീരുമാനമാകാതെ നീണ്ടു. എന്നാൽ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതോടെ കാര്യങ്ങൾ വേഗത്തിലായതായും ഇടത്തോടിന്റെയും നഗരത്തിലെ ഓടകളുടെയും ആഴം കൂട്ടലും വൃത്തിയാക്കലും ഭിത്തികൾ കെട്ടി സംരക്ഷിക്കുന്നതിനും അടക്കമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും ശുചീകരണ പ്രവർത്തനങ്ങളും ഓടകളിൽ നിന്ന് മണ്ണടക്കം നീക്കി നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇപ്പോൾ വിജയകരമായി നടന്നുവരുന്നതായും എം നൗഫൽ പറഞ്ഞു. മാത്രമല്ല, UDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം മുഖ്യ പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നതും ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണെന്നും എം നൗഫൽ ന്യൂസ് ചാനൽ ന്യൂസിനോട് കൂട്ടിച്ചേർത്തു. അണികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജയ് വിളിക്കുവാനും അവർക്ക് അനുകൂലമായ മറ്റു മുദ്രാവാക്യങ്ങൾ വിളിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്ന് അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അണികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജയ് വിളിക്കാനും അവർക്ക് അനുകൂലമായ മറ്റു മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്ന് അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കാം, അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, അവരുടെ മികവിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ അതേസമയം തന്നെ എൻ്റെ നേതാവ് മികച്ചതാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരത്തോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകടനം നടത്തുമ്പോൾ KC വേണുഗോപാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചു കയറിക്കളയുക, അതിൻ്റെ കൂടെയുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കയറിക്കളയുക, മറ്റൊരു ആളുകൾ അപ്പുറത്തിരിക്കുന്ന ഫ്ലക്സിൽ പോയി തുപ്പുക, ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തമായൊരു മെസ്സേജ് നേതാക്കന്മാർക്കും അണികൾക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തിഹത്യ അരുത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മികച്ച നേതാക്കന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ
മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത്, മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ഇത്രത്തോളം രൂക്ഷമായി ആക്രമിക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നവമാധ്യമങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ തെരുവുകളിലും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന രൂക്ഷത യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരോട് ഇവർ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. വളരെ കൃത്യമായൊരു നടപടിക്രമമാണ്, വർഷങ്ങളായി പിന്തുടരുന്നൊരു നടപടിക്രമമാണ് AICC ഈ കാര്യത്തിൽ നടപ്പിലാക്കിയത്. ഒരു നേതാവ് മികച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റ് നേതാവിനെയോ നേതാക്കന്മാരെയോ ആക്ഷേപിക്കുന്ന സംസ്കാരത്തോട് ഒരിക്കലും തനിക്ക് യോജിക്കാൻ കഴിയില്ല. പ്രകടനം നടത്തുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വലിച്ചു കീറുന്നു. ഒപ്പമുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുന്നു. ചിലർ ഫ്ലെക്സ് ബോർഡുകളിൽ തുപ്പുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ശക്തമായ ഒരു മെസ്സേജ് നേതാക്കന്മാർക്കും അണികൾക്കും നൽകിയിട്ടുണ്ട്. വ്യക്തിഹത്യ അരുത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് കോൺഗ്രസിൽ പതിവില്ലാത്ത രീതിയാണെന്നും M. ലിജു കൂട്ടിച്ചേർത്തു. 7ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11-12 തീയതികളിലായി ആലപ്പുഴ ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 7ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11-12 തീയതികളിലായി ആലപ്പുഴ കളർകോട് ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യം യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ വെച്ചാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജൂലൈ 11-12 തീയതികളിലാണ്. ഇതാദ്യമായിട്ടാണ് ഒരു സംഘടിത രീതിയിൽ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും ഒരു വ്യവസ്ഥാപിത രീതിയിൽ ഒരു മഹോത്സവമായിട്ട് മാറ്റി യോഗയുടെ പ്രാധാന്യവും അത് എല്ലാവരിലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവൃത്തി ഒരു ജനകീയമായിട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ യോഗാസന ഭാരതാണ് നമ്മുടെ എല്ലാ ജില്ലയിലെയും സംസ്ഥാനത്തിൻ്റെയും അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ജൂൺ 14 ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് ജില്ലാതല യോഗാസന മത്സരം നടക്കുമെന്നും ഇതിലെ വിജയികളായിരിക്കും ജൂലൈയിൽ നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി വിവിധ വിഷയത്തെ അധികരിച്ച് സെമിനാറുകൾ, പരിശീലന പരിപാടികൾ, സുവനീർ പ്രകാശനമടക്കമുള്ള കാര്യങ്ങളും നടത്തും. കേന്ദ്ര യുവജന കായിക ക്ഷേമ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള യോഗാസന ഭാരത് നടത്തുന്ന വിവിധ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത ലഭിക്കാവുന്ന പ്രാഥമിക മത്സരതലമാണ് ജില്ലാതല സംസ്ഥാനതല യോഗാസന മത്സരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യോഗാസന ആലപ്പുഴ പ്രസിഡന്റ് ഹരീന്ദ്രനാഥ് തായംഗിരി, സെക്രട്ടറി രേഖ നാരായണൻ, ട്രഷറർ G. മഹേശ്വരി, ലയ പ്രമോദ്, S. ബിന്ദു എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന UDF MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ചാണ് എക്കാലവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഇത്തവണയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KP ശ്രീകുമാർ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന UDF MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ചാണ് എക്കാലവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഇത്തവണയും അത് തന്നെയാണ് രീതിയെന്നും KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KP ശ്രീകുമാർ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പതിവ് കോൺഗ്രസിനില്ല. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട്, പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും MLA-മാരുടെ എണ്ണത്തിനൊരു വലിയ പരിഗണന കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ, MLA-മാർ അല്ലെ നേതാക്കന്മാർ, അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങളും അവരുടെ പരിചയ സമ്പത്തും അവരുടെ സീനിയോറിറ്റിയും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ BJP-യുടെ ഒരു വലിയ കടന്നുകയറ്റത്തിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ
കരുത്തനായ ദക്ഷിണേന്ത്യയിലെ ഈ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തീർച്ചയായും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കടന്നു വരണമെന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. MLA-മാരുടെ എണ്ണത്തിന് വലിയ പരിഗണനയുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്ന ആളുകളുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങളും പരിചയസമ്പത്തും അവരുടെ സീനിയോറിറ്റിയും പരിഗണിച്ചായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തുന്നതെന്നും KP ശ്രീകുമാർ പറഞ്ഞു. അതിനെല്ലാം ഉപരി സൗത്ത് ഇന്ത്യയിൽ BJP-യുടെ വലിയ കടന്നുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സൗത്ത് ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തീർച്ചയായും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരണമെന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രധാനമായും പരിഗണിക്കുകയെന്നും KP ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM നൗഫൽ. അണികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജയ് വിളിക്കാനും അവർക്ക് അനുകൂലമായ മറ്റു മുദ്രാവാക്യങ്ങൾ വിളിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്ന് നിയുക്ത കായംകുളം MLA അഡ്വക്കേറ്റ് M ലിജു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11-12 തീയതികളിലായി ആലപ്പുഴ ചിന്മയ വിദ്യാലയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന UDF MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ചാണ് എക്കാലവും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഇത്തവണയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KP ശ്രീകുമാർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.